Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് അനീഷ്, ജിബി, അലക്സ ആൻഡ് ആൻഡ്രിയ. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, വീണ്ടും ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുവാൻ, ഒരു പുതിയ സ്റ്റേജ് ആരംഭിക്കുവാനും അവിടുന്ന് എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന മക്കളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യത്തോടും കൃപയോടും ഈ സുഷനാളപ്പം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമയുടെ മഹത്വപ്പെടുവാൻ ഇടയാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആദ്യമായി വേൾഡ് ടെലിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ബൈബിൾ ക്രൗൺ 2020 എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപയാൽ ബൈബിൾ ക്രൗൺ 2020 രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഏതെങ്കിലും സ്റ്റേജിൽ നിന്നും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന മത്സരാർത്ഥികളാണ് ഈ സ്റ്റേജിൽ മത്സരിക്കുന്നത്. ഈ സ്റ്റേജിൻ്റെ പേര് ഒലിവ് സ്റ്റേജ് എന്നാണ്. ഈ സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജിനേക്കാൾ അല്പം വ്യത്യാസങ്ങളുണ്ട്. ചോദ്യങ്ങൾ കൂടുതലുണ്ട്, പുതിയ റൗണ്ടുകളുണ്ട്. കാരണം ബൈബിൾ ക്രൗൺ 2020 എന്ന് പറയുമ്പോൾ അത് കുറച്ച് വാക്യങ്ങളെക്കുറിച്ചോ തിരുവചനത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചോ മാത്രമുള്ള കാര്യമല്ല. ക്രിസ്തീയ ജീവിതത്തിൽ അനേകർക്ക് സാക്ഷ്യങ്ങളായി തീരുവാൻ തക്കവണ്ണമുള്ള അനേകമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ മത്സരാർത്ഥികളോട് ചോദിക്കുന്നത്. അവരുടെ പ്രാവീണ്യം തെളിയിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊരു സാധാരണ പ്രശ്നോത്തരി അല്ല. പിന്നെയോ ബൈബിൾ ക്രൗൺ എന്ന് പറയുന്നത് ഇതൊരു കിരീടമാണ്. കേരളത്തിലുള്ള അനേക വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പറ്റം യുവ സഹോദരന്മാരെയും സഹോദരിമാരെയും ചേർത്ത് വെച്ചുകൊണ്ട് നാം സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് ഓരോ സ്റ്റേജിൽ നിന്നും വിജയികളായിരിക്കുന്നവരെ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ ക്രൗണിൻ്റെ പരിസമാപ്തിയിലെത്തുന്നത്. ഇന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു വിശദമായ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. കാരണം കഴിഞ്ഞ സ്റ്റേജിൽ നമ്മുടെ സ്കോർ കീപ്പേഴ്സിനെയും മത്സരാർത്ഥികളെല്ലാം വിശദമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൻ്റേതായിട്ടുള്ള ഔപചാരിക എന്നുള്ള നിലയിൽ സ്കോർ കീപ്പേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. അത് മിസ്സസ് രാജീവ് റീസിനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മിസ്സസ് ലീന തോമസിനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മത്സരാർത്ഥികളായ ലിറ്റിൽ ഫ്ലവർ, ഫെബിൻസി, ആൻസി സാജി, നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ ലിറ്റിൽ ഫ്ലവർ? കുറച്ചുകൂടി വായിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വായിച്ചാൽ ബൈബിളാണോ വായിച്ചിട്ടുള്ളത്? ബൈബിളും കുറച്ച് വേർഷൻ നോക്കി, പ്രശ്നോത്തരി പുസ്തകങ്ങളും അത് രണ്ടും. ഓക്കെ, ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. ഹൗ അബൌട്ട് ഫെബിൻ? വായിച്ചു. എന്ത് വായിച്ചു? പഴയ നിയമമോ പുതിയ നിയമമോ? രണ്ടും വായിച്ചു. പുസ്തകത്തിൽ നിന്ന് വായിച്ചോ അതോ പ്രശ്നോത്തരിയുടെ വല്ല പുസ്തകങ്ങൾ വായിച്ചോ? ബൈബിളിൽ നിന്നാണ് കൂടുതലും വായിച്ചിരിക്കുന്നത്. എങ്ങനെ, കോൺഫിഡൻ്റ് ആണോ? യെസ്, ഓൾ ദി ബെസ്റ്റ്. യെസ് ആൻസി, ടെൽ മീ. കുറച്ചും കൂടി ബൈബിൾ വായിച്ചു. നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളുടെ അതേ രീതിയിലുള്ള ആൻസറുകൾ പറയത്തക്ക രീതിയിൽ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾ, അങ്ങനെ
ആണ്. മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നാം പഴയ നിയമത്തിൽ നിന്ന് 6 ചോദ്യങ്ങളാണ്. അത് ഓരോ കണ്ടീഷനും 2 ചോദ്യങ്ങളാണ്. പുതിയ നിയമത്തിൽ നിന്നും 6 ചോദ്യം, ഓരോരുത്തർക്ക് 2 ചോദ്യങ്ങൾ വീതം. മാർക്കിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ആൾ അങ്ങനെ റൗണ്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് മത്സരാർത്ഥി ഉത്തരം പറയുന്നില്ലെങ്കിൽ അടുത്തയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ചാൻസ് ലഭിക്കുന്നതാണ്. ഇത് ചില പ്രത്യേക ചോദ്യങ്ങൾക്ക് ബസർ അപ്ലൈ ചെയ്യാൻ പറയും. എല്ലാത്തിനുമല്ല, എല്ലാവർക്കും. കാരണം ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എത്രമാത്രം 3 പേർക്കും ഗ്രാഹ്യമുണ്ടെന്നുള്ള ഒരു പരിശോധനയുണ്ട്. അത് വേണമെങ്കിൽ ഓരോരുത്തരോടും ചോദിക്കണം. ഒരു വിഷയത്തിൻ്റെ ഒരു ഭാഗം ഒരാൾക്കറിയാമായിരിക്കാം, മറ്റൊരു ഭാഗം മറ്റൊരാൾക്കറിയാമായിരിക്കാം. അതുകൊണ്ട് ആകെത്തുകയായിട്ട് നിങ്ങൾ ബൈബിൾ വായിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അത് വായിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കാനെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ, പ്രേക്ഷകരെ ആകർഷിക്കുവാൻ തക്കവണ്ണമാണ് ക്രമീകരിക്കുന്നത്. കൂടാതെ ഈ പ്രാവശ്യം ഒരു പുതിയ റൗണ്ട് കൂടിയുണ്ട്, പ്രൈസ് റൗണ്ട്. നമ്മളെല്ലാവരും ദിവസേന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പാട്ട് പാടാറുണ്ട്. അപ്പോൾ നിങ്ങൾ പാടുന്ന ഒരു പാട്ട് 4 മിനിറ്റിൽ കവിയാതെ 2 സ്റ്റാൻസ്, 3 സ്റ്റാൻസ്, എത്രയെന്ന് വെച്ചാൽ അപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട്. സിനിമാ ഗാനങ്ങളല്ല, നമ്മുടെ ക്രിസ്തീയ ആരാധനാഗീതങ്ങൾ. പള്ളിയിലെ ആകാം, ഭവനത്തിൽ പാടുന്നതും എന്തായിരുന്നാലും അത് ക്രിസ്തീയ ആരാധനാഗീതങ്ങളാകണം. അങ്ങനെ അതിന് 9 മാർക്ക് ഉണ്ടാകും. 3 പേർക്കും അതിനൊരവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഓരോരോ സ്റ്റേജിലേക്ക് വരുമ്പോഴും പുതിയ ഓരോരോ റൗണ്ടുകൾ കൂടിക്കൊണ്ടേയിരിക്കും. സോ ആർ യു റെഡി? ശബ്ദത്തിനൊന്നും തയ്യാറല്ലോ ഫെബിൻ? പാട്ടുകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. റൈറ്റ്, ക്യാൻ വി ഗോ സ്കോർ കീപ്പേഴ്സ്? റൈറ്റ്. Actually, this time the marks are 5 each. For each question, 5 marks. I will be asking 6 questions in Old Testament round. മനസ്സിലായോ? ഓരോരുത്തരോടും 5 marks. So you can say 1, 2, 3 എന്നുള്ള ഓർഡറിലായിരിക്കും പോകുന്നത്. No A, B, C. Right. Are you ready? Who want to start? Little Flower or Ansi? Ansi? All right? Or you can press a buzzer and tell me who want to start. Who can start? Ansi can start here. And Little Flower, പ്രയാസമില്ലല്ലോ? വെരി ഗുഡ്. Here comes the first question. ഹിസ്കിയാവിൻ്റെ മരണകരമായ രോഗത്തെ യഹോവ സൗഖ്യമാക്കി. അതിനായി യെശയ്യാ പ്രവാചകൻ എന്താണ് ചെയ്തത്? ഒരു ഔഷധം യെശയ്യാ പ്രവാചകൻ അതിനുപയോഗിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ്. എന്താണ് ഉപയോഗിച്ചത്? പാസ്. യെസ് മിസ്റ്റർ ഫെബിൻ. അത്തിപ്പഴക്കട്ട എടുത്ത് പരുവിന്മേൽ വെച്ച്. എക്സാക്ട്ലി റൈറ്റ്. അത്തിപ്പഴക്കട്ട അരച്ച് പരുവിന്മേൽ വെച്ചു. അങ്ങനെയാണ് ആർക്ക് സൗഖ്യമായത്? യെസ്. സോ ഫെബിൻ സി ഗെറ്റ്സ് 5 marks for that. No, 4 marks. Because 1 minus ഫെബിൻ ഇച്ചിരൂടെ ആലോചിക്കാൻ 1/2 minute കൂടെ കൂടുതൽ കിട്ടി. റൈറ്റ്. Now the second question comes to you again. കേട്ടോ? ഓക്കെ. ഇതിന് എന്തടയാളമാണ്? ഹിസ്കിയാവിന് സൗഖ്യം ലഭിച്ചു. അതിനൊരടയാളം ദൈവം കൽപ്പിച്ചു. എല്ലാവർക്കും ലോകമെമ്പാടും എക്കാലവും ഓർക്കുവാൻ തക്കതിരുവണ്ണം, അന്നത്തെ സമൂഹത്തിന് അറിയുവാൻ തക്കതിരുവണ്ണം പക്ക ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരടയാളം. എന്താണ് ആ അടയാളം? സൂര്യഘടികാരത്തിലെ നിഴൽ 5 അടി പിന്നോക്കം. യെസ്, ലിറ്റിൽ ഫ്ലവർ, ഡു യു ഹാവ് ആൻ ആൻസർ? ആഹാസിന്റെ സൂര്യഘടികാരത്തിന്റെ നിഴൽ 15 മുഴം പിന്നിലേക്ക്. ആഹാബിന്റെ സൂര്യഘടികാരത്തിലെ നിഴൽ 10 പടി പിന്നോട്ടാക്കി. ഫെബിൻ മനഃപൂർവ്വമായിട്ട് 5 അടി കുറച്ച് കളഞ്ഞു. അതിലൊട്ടും പുറകോട്ട് പോയ ലിറ്റിൽ ഫ്ലവർ 5 അടി കൂട്ടിപ്പിച്ചു. മനഃപൂർവ്വമാണോ? അല്ല. അപ്പോൾ -1 ഫോർ ഫെബിൻ, -1 ഫോർ ലിറ്റിൽ ഫ്ലവർ ആൻഡ് 4 marks ഫോർ ആൻസി സജി. ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ നിഴൽ 10 പടി മുന്നോട്ട് പോയത്. 10 പടി 5 ആണോ 10 ആണോ? 2 പേരും കൂടെ കൂട്ടി. ഞാൻ വിചാരിച്ച ആൻസി 20 എന്ന് പറയുന്നത്, കാരണം ഒട്ടും പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ. 5, 10, 15. യു ആർ റൈറ്റ്. യെസ്. നൗ the third question. Is this for Little Flower, right?
ഏത് രാജാവ് മരിച്ചപ്പോഴാണ് യഹോവ ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ സിംഹാസനത്തിലിരിക്കുന്ന ദർശനം ഒരു പ്രവാചകൻ കണ്ടത്? ഉസിയ രാജ. Exactly. 5 marks for Little Flower. And second question again to you. ഏത് പ്രവാചകനാണ് കണ്ടത്? യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ. Right. Again 5 marks. If answer, you'll get the next chance. All right? All right. മിസ്രയീമിൽ നിന്നെത്തിയ തൻ്റെ സഹോദരന്മാരോട് യോസഫ് ആരിൽ കൂടിയാണ് സംസാരിച്ചത്? പാസ്. യെസ് മിസ്റ്റർ ഫെബിൻ. പാസ്. പാസിൽ കൂടാണ് സംസാരിച്ചത്. യെസ് ലിറ്റിൽ ഫ്ലവർ. ദ്വിഭാഷികൾ മുഖം. എക്സാക്ട്ലി, ദ്വിഭാഷികൾ കൂടിയാണ് സംസാരിച്ചത്. അതായത് യോസഫിന് തൻ്റെ സഹോദരന്മാരെ സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാഞ്ഞതുകൊണ്ട് ഒരു ദ്വിഭാഷിയെ വെച്ചിട്ടാണ് സംസാരിച്ചത്. അതായത് ഇവർ എബ്രായ ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പോൾ അത് വെളിപ്പെടുത്താൻ ഇടയാകാതെ ദ്വിഭാഷിയെ വെച്ചാണ് ആരോട് സംസാരിച്ചത്? റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു കെബിൻ സി. ഇങ്ങനെ ദ്വിഭാഷയെ വെച്ച് സംസാരിച്ച സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു സഹോദരനില്ലായിരുന്നു. ആരായിരുന്നു അത്? ബെന്യാമിൻ. Exactly. 5 marks for Benjamin. So all the 6 questions are answered, right? Right. So that brings us to the end of the first round, that is Old Testament round. ഇവിടെ Old Testament round പൂർണ്ണമാകുന്നു. എത്ര മാർക്കുകളാണ് ഇവർക്ക് ലഭിക്കുന്നത്? Little Flower gets 13 marks. Little Flower gets 13 marks. Febin 8. Febin gets 8 marks. And Nancy 4. And Nancy gets 4 marks. Right? Bible Count 2020. ഇസ്രായേൽ ജനതയുടെ 430 വർഷങ്ങളുടെ ചരിത്രം മിസ്രയീമെ അടിമത്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മിസ്രയീമെ രാജാക്കന്മാരായിരുന്നു ഫറവോമാർ. ഫറവോമാർ മരിക്കുമ്പോൾ അവർ വീണ്ടും പുനർജനിക്കും എന്ന വിശ്വാസത്താലാണ് അവരുടെ മൃതശരീരങ്ങൾ പിരമിഡുകളിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നത്. ഇത്തരം മൃതദേഹങ്ങൾ മമ്മികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരിക്കലും കേടുവരാത്ത രീതിയിൽ പ്രത്യേകമായ മരുന്നുകൂട്ടുകളിൽ പൊതിഞ്ഞ ഇന്നും അവ പിരമിഡുകൾക്കുള്ളിൽ പരിരക്ഷിക്കപ്പെട്ടു വരുന്നു. തങ്ങളുടെ രാജാക്കന്മാരായ ഫറവോമാർ വീണ്ടും ഒരു നാൾ പുനർജനിക്കുമെന്ന വിശ്വാസമാണ് സ്വർണ്ണമുഖംമൂടിയും വിലപ്പെട്ട രത്നങ്ങളും അണിയിച്ച് പ്രാചീന ലോകത്തിന്റെ സപ്താത്ഭുതങ്ങളിലൊന്നായ പിരമിഡുകളിൽ ഫറവോമാരെ അടക്കം ചെയ്യുവാൻ പ്രേരകമായത്. മ്യൂസിയം ഓഫ് ദി വേൾഡിലെ ബൈബിൾ തീം പാർക്കിലെ മിസ്രയീം പവലിയനിൽ മിസ്രയീമിൽ വാണരുളിയിരുന്ന ഫറവോമാരുടെ രൂപങ്ങളും അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പിരമിഡുകളുടെ മാതൃകകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. Bible Count 2020. Shall we go to the New Testament route? Right. Now it will start with Little Flower, right? All right. ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പോലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞ് ആദിമസഭയിൽ ഭിന്നതയുണ്ടാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ലേഖനത്തിലാണ്? കൊരിന്ത്യർ. കൊരിന്ത്യർക്ക് എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്? 1 കൊരിന്ത്യർ. എക്സാക്ട്ലി കറക്റ്റ്. 1 കൊരിന്ത്യർ. ലിറ്റിൽ ഫ്ലവറിന് 5 മാർക്സ്. റൈറ്റ് മിസ്റ്റർ ഫെബിൻ, ആർ യു റെഡി? യെസ്. യു ആർ റെഡി. ദാറ്റ്സ് വെരി ഗുഡ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ആരാണെന്ന് പറയുന്നു? പാസ്. പാസ്സാണ്. യെസ് ആൻസി. പാസ്.
Pass. Again comes to little flower. പൗലോസ് അപ്പോസ്തലനായ പൗലോസ്. Exactly correct. She gets 4 marks for that. ആൻസിയോടാണ് മൂന്നാമത്തെ ചോദ്യം. It's for you, ആൻസി. മുടിയനായ പുത്രൻ്റെ ഉപമയിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ മകൻ മടങ്ങി വന്നപ്പോൾ അവന് എന്തെല്ലാം നൽകിയാണ് പിതാവ് അവനെ സ്വീകരിച്ചത്? പുതിയ വസ്ത്രം നൽകി, കാലിൽ ചെരുപ്പണിയിച്ചു, കയ്യിൽ മോതിരം അണിയിച്ചു, തടിപ്പിച്ച കാളക്കുട്ടിയെ അർപ്പിച്ചു. Right, exactly correct. 5 marks for Ansi. Now the next question. That comes to little flower. ആദ്യമായിട്ട് മുടിയനായ പുത്രൻ തൻ്റെ അപ്പനോട് പറഞ്ഞത് എന്താണ്? അപ്പൻ ചെന്നു കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഈ മകൻ എന്താണ് അപ്പനോട് പറഞ്ഞത്? അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്ക് ഞാൻ യോഗ്യനല്ല. നിന്റെ മകനെന്ന് വിളിക്ക് ഞാൻ യോഗ്യനല്ല. ശരിയായ കാര്യമാണ്. 5 മാർക്ക്. റൈറ്റ്. ഫെബിൻ റെഡി? ശബരിയാക്കാരി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? യാക്കോബിന്റെ കിണറിനരികെ. യാക്കോബിന്റെ കിണർ എവിടെയായിരുന്നു? So he gets 3 marks for that. നാൻസി, യാക്കോബിന്റെ കിണർ എവിടെയായിരുന്നു? മിസ്രയീമിലായിരുന്നോ, യെരുശലേമിലായിരുന്നോ, എവിടെയായിരുന്നു? സൂക്കോത്ത് താഴ്വരയിൽ. സുഖോറിലായിരുന്നു. താഴ്വരയില്ല അവിടെ. സൂക്കോത്ത്. സുഖാർ ശമരിയ ദേശത്താണ്. മാർക്ക് കുറയ്ക്കണം. 2 marks for us. ഇപ്പോൾ മൈനസാണ്, 2 മാർക്കുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കുറയ്ക്കുന്നില്ല. റൈറ്റ്. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യേശു അവളോട് ആദ്യമായിട്ട് എന്താണ് പറഞ്ഞത്? കുടിക്കാൻ വെള്ളം തരാം. കുടിക്കുവാൻ കാപ്പി തരണം. എന്താണ് കർത്താവ് ആദ്യമായിട്ട് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്? പാസ്. യെസ് ലിറ്റിൽ ഫ്ലവർ. കുടിപ്പാൻ ദാഹജലം തരും. -1/2 for Ansi, -1/2 for little flower. And Febin, can I give you -1/2 or you know it? No. You don't know it. കുടിക്കാൻ കാപ്പിയല്ല, കുടിക്കാൻ ദാഹജലമല്ല, എവിടെയെങ്കിലും എന്താ ഉള്ളതെന്ന് കർത്താവിന് അറിയാം. കർത്താവ് ചോദിച്ചു ഇത്രേ ഉള്ളൂ, എനിക്ക് കുടിക്കുവാൻ തരുമോ? ദാഹജലമല്ല, വെള്ളമല്ല. കർത്താവ് എന്താ ചോദിച്ചത്? കുടിക്കുവാൻ. യെസ്. So that brings us to the close of the New Testament round. Yes, New Testament round, the standings. Little Flower is at 13.5. Little Flower gets 13.5 marks. Febin at 3. Febin gets 3 marks. And Ansi Saji at 6.5. Ansi Saji gets 6.5 marks. Bible Count 2020. അന്നാമോ, എടി അന്നാമോ, കൺവെൻഷനിൽ നിന്ന് വാങ്ങിച്ച വിശുദ്ധ സത്യവേദ പുസ്തകം എവിടെയാ? എടി അന്നാമോ, അന്നാമേ. என்ன നയിച്ചായാ ഇച്ചിരി നേരം സോയി ആയിട്ടിരുന്ന് വചനം വായിക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പോഴേക്കും കന്നാമോ കന്നാമോന്ന്. എന്നതാ? നീ പഴയ വേദപുസ്തകം വായിച്ചു. ഇതിക്ക് തന്നെ. എന്റെ ഇച്ഛായ, ഈ വിശുദ്ധ സത്യവേദ പുസ്തകത്തിലുള്ള സവിശേഷതകളൊന്നും പഴയ ബൈബിളിൽ ഇല്ലെന്നേ. ഞാൻ പറഞ്ഞപ്പോ നീ എന്തെല്ലാം തടസ്സങ്ങൾ പറഞ്ഞു. ഞാനേ ഇത് പ്രാർത്ഥിച്ച് തുറന്നു നോക്കിയപ്പോ കർത്താവ് കാണിച്ചെന്ന വചനം കണ്ട് ഞാൻ അങ്ങ് അതിശയിച്ചു പോയി. എന്തോ നടിയത്? ഭാര്യയെ സ്നേഹിക്കുക. ഇച്ചയ, ദൈവം തന്നെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എടി, എനിക്കും ഇന്നലെ ഇതുപോലൊരു വചനം കർത്താവ് കാണിച്ചു തന്നു. എന്നാ ഇച്ചയ അത്? നീ ഒന്ന് വായിച്ച്. കർത്താവിനെന്ന പോലെ ഭർത്താവിന് കീഴടങ്ങേണ്ട മാർഗം. ശരിയാ അച്ഛായ, അത് ഞാനത് വായിച്ചതാ. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. എനിക്കും ഒരുപാട് കുറവുകളുണ്ടെന്ന് വായിച്ചപ്പോ തോന്നി. സാരല്ലേ ചയ, നമുക്ക് ഇതനുസരിച്ച് ജീവിക്കാം. ആത്മീയ യാത്രയിൽ ദൈവകൃപയിൽ മുന്നേറുവാൻ സഹായിക്കുന്ന ആത്മീയ ദർശനം, വിജ്ഞാനവീഥി, ഒറ്റനോട്ടത്തിൽ, താരതമ്യം തുടങ്ങിയ 25 സവിശേഷതകളുള്ള മലയാളത്തിലെ ഏക ബൈബിൾ, വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല.
ഫോൺ 9287287223. ബൈബിൾ ടവർ കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ കേശവദാസപുരം തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. Bible Count 2020. Now, we go to the praise round. Praise round. Who wants to start the praise round? Anybody? പാഠത്തിനനുസരിച്ചായിരിക്കും മാർക്ക് പറയുന്നത്. 9 മാർക്കിൻ്റേതായിട്ടുള്ള പാട്ടാണ്. നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും അടുത്ത് അവൻ്റെ സ്തുതി എപ്പോഴും നാവിന്മേൽ ഉണ്ട്. നമ്മൾ സ്തുതിക്കുക, ഒരു മത്സരത്തിന് വേണ്ടിയല്ല, ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ഭക്തി, നിങ്ങളുടേതായിട്ടുള്ള പാട്ടിൻ്റെ താളമേളം, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലയം എല്ലാം പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആൻസിക്ക് തോന്നിക്കാണും എങ്ങനെയാണ് ഇദ്ദേഹം ഇതിൻ്റെ പാട്ടിനെ കുറിച്ച് പരിശോധിക്കുന്നത്, അതിനുള്ള യോഗ്യത അല്ലേ? അതിനൊരു യോഗ്യത വേണ്ടേ? ഉണ്ടോ? ഇല്ല, സംശയമുണ്ടോ? യോഗ്യത ഇല്ലാത്ത ഞാൻ 300 പാട്ട് എഴുതി അതിന് ഈണം പകർന്ന് പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ പാട്ടിനെക്കുറിച്ച് തീർച്ചയായിട്ടും അല്പജ്ഞാനം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിൽ ആ സംശയം മാറും. ചെറിയൊരു സംശയം പോലെ എങ്ങനെ ഇത് ജഡ്ജ് ചെയ്യുന്നത്, ഇവരാണോ ജഡ്ജ് ചെയ്യുന്നതൊക്കെ തോന്നിയേക്കാം. അങ്ങനെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് സംശയം വേണ്ട. ജസ്റ്റ് ആവറേജ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട് വിത്ത് യു? യെസ് ആൻസി, ടെൽ മീ. മൈക്ക് ചേർത്ത് വെച്ച് പാടും. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. 1 മിനിറ്റേ പാടിയുള്ളൂ, ബാക്കി പാടാൻ സമയമുണ്ട്. അടുത്ത സ്റ്റാൻസേയും പാടാം, 4 മിനിറ്റ് വരെ പാടാം. അതേ അറിയത്തുള്ളൂ. അറിയെങ്കിൽ പാടാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ദാറ്റ്സ് ഫൈൻ. ആരായി പാട്ട് എഴുതിയെന്നറിയാമോ? സാധു കൊച്ചുകുഞ്ഞുപദേശി. ഈ പാട്ട് ആൻസിയുടെ അനുഭവമാണോ? ആരും സഹായമില്ലെങ്കിലും ദൈവം സഹായമാണെന്ന് പറയും. അനുഭവമാണ്. ദൈവത്തെ അനുഭവമാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുണ്ടോ? തീർച്ചയായിട്ടും. വെരി ഗുഡ്. ഷീ ഗെറ്റ്സ് 5 മാർക്സ്. 5.5 മാർക്ക്. എല്ലാവരുടെയും പാട്ട് കഴിഞ്ഞ് മാർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. നൗ ഷീ ഗെറ്റ്സ് 5.5 മാർക്സ്. യെസ് മിസ്റ്റർ ഫെബിൻ, വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ സോങ്. ഞാൻ പറഞ്ഞ കേട്ടല്ലോ,
അറിയാവുന്ന പാട്ട് മുഴുവൻ പാടാം, 4 മിനിറ്റ് വരെ പാടാം. ഒരു പാട്ടിൻ്റെ ആവറേജ് സമയം എന്ന് പറയുന്നത് 3.5 മിനിറ്റാണ്. അപ്പം 4 മിനിറ്റ് തരാം. എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നാദാ നീയല്ലാതാരുമില്ല. എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നാദാ നീയല്ലാതാരുമില്ല. എൻ ജീവിതം നിൻ കയ്യിലേ, എൻ ജീവിതം നിൻ കയ്യിലേ, മൺപാത്രമായിന്നു മാറ്റിയിടണേ. നാദാ നീയല്ലാതാരുമില്ല. എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നാദാ നീയല്ലാതാരുമില്ല. നാളുകൾ പോയിടുന്നു, ജീവിതം മരണത്തോടടുത്തിടുന്നു. നാളുകൾ പോയിടുന്നു, ജീവിതം മരണത്തോടടുത്തിടുന്നു. നിൻ കാൽ ചുവടുകൾ അനുഗമിപ്പാൻ കാലുകളിടറിടുന്നു. നാദാ നീയല്ലാതാരുമില്ല. എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നാദാ നീയല്ലാതാരുമില്ല. എൻ ജീവിതം നിൻ കയ്യിലേ, എൻ ജീവിതം നിൻ കയ്യിലേ, മൺപാത്രമായിന്നു മാറ്റിയിടണേ. നാദാ നീയല്ലാതാരുമില്ല. എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നാദാ നീയല്ലാതാരുമില്ല. ഗുഡ്. ആരാ ഈ പാട്ട് എഴുതുന്നറിയാമോ? അജ്ഞാതം. റൈറ്റ്. ഇത് പൊതുവായിട്ട് CD-യിലൊക്കെ വരുന്ന പാട്ടാണോ അതോ പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും കേട്ട പാട്ടാണോ? CD-യിലൊക്കെ വരുന്ന പാട്ട്. ഓക്കെ, 5 marks for Febin. Now Little Flower. Chance. യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. നാശമില്ലാ സ്വർഗവാസിയാം ദൈവാ, നന്ദനനാം പരമേശ്വരനായ യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. ബേതലെ ജനിച്ചു, നസ്രേതലെ വളർന്നു, യെരൂശലേം മരിച്ചു, ശ്രേയസ്സോടു ധരിച്ച യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. പാപികൾക്കരുൾ തരുവാനിക വസിച്ചു, ദീപാവഴിയെ നരർക്കായി ധരിച്ച യേശുവിനെ സ്തുതി നീ എൻ മനമേ,
യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ, എൻ മനമേ യേശുവിനെ സ്തുതി നീ. യെസ്, താങ്ക് യു. എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? 6 മാർക്സ് ഫോർ ലിറ്റിൽ ഫ്ലവർ. ആൻസിക്ക് പ്ലസ് ഹാഫ് കൂടെ. ആൻസി മുഴുവൻ പാട്ട് പാടിയില്ല, ഒരു സ്റ്റാൻസേ പാടിയുള്ളൂ. ഇതാരായി പാട്ട് എഴുതിയെന്നറിയാം? ലിറ്റിൽ ഫ്ലവർ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലെ ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പാടുന്ന ഒരു പാട്ടാണ്. ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ് ദ എൻഡ് ഓഫ് ദ റൗണ്ട്. പ്രൈസ് റൗണ്ടിൽ ആൻസി സജിക്ക് 6 മാർക്ക്. Am I right? പറഞ്ഞാട്ടെ. Tell me the marks. Little Flower at 6. Yes, Little Flower. 6 mark. Fabian at 5. Fabian gets 5 marks. And Ansi Saji at 6. Ansi Saji also gets 6 marks. Good. It's a good showing. Right. Bible Count 2020. ആപത്തനർത്ഥങ്ങളിൻ നടുവിൽ ഏവരും തള്ളിയ നാളുകളിൽ തേടി വന്നെന്നെ കോരിയെടുത്ത ദൈവത്തിൻ സ്നേഹം അവർണ്യമേ. നന്ദിയോടെൻ ദൈവമേ അടിയൻ തിരുമുൻപിൽ കുമ്പിടുന്നേ. നന്ദിയോടെൻ ദൈവമേ അടിയൻ തിരുമുൻപിൽ കുമ്പിടുന്നേ. എന്നായുസിൽ ചെയ്യും നന്മകൾ വർണ്ണിപ്പാനെഴുതല്ലി സാധുവിന്. അതിവേദനയുടെ തീച്ചൂളി തന്നെ മാറോടണച്ച് സൗഖ്യമാക്കിയ യേശുവിന്റെ സ്നേഹാർദ്രമായ സ്പർശനം വർണ്ണിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ഹൃദയസ്പർശിയായ അനുഭവഗീതങ്ങൾ. രോഗങ്ങൾ സൗഖ്യമാക്കും യഹോവയ്ക്കു ജയമേ. സാത്താനെ തോൽപ്പിച്ച എൻ ദൈവത്തിനു ജയമേ. എൻ വേദന യേശു സൗഖ്യദായകൻ. ജയം ജയമേ. സാത്താനെ തകർത്ത എൻ ദൈവത്തിനു ജയമേ. തന്നെ തകർക്കുവാനായി പ്രതിയോഗിയെ തകർത്ത യഹോവയാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങളോട് സ്തുതിക്കുന്നു. എൻ വേദന യേശു സൗഖ്യദായകൻ. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ കയ്യൊപ്പോടുകൂടിയ സിഗ്നേച്ചർ എഡിഷൻ സീഡികൾ. ദൈവത്തിൻ ജനമേ ധൈര്യമായി മുന്നേറിടാം. യഹോവയിൻ നാമം ഭൂതലത്തിൽ ഉയർത്തിടാം. യഹോവയിൻ നാമം ഭൂതലത്തിൽ ഉയർത്തിടാം. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. ആരാധ്യനാം യഹോവയ്ക്ക് അത്യുന്നതനാം ദൈവത്തിന്. ആരാധ്യനാം യഹോവയ്ക്ക് അത്യുന്നതനാം ദൈവത്തിന്. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. സീഡികൾ തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. സീഡികൾ തപാൽ മാർഗം ലഭിക്കേണ്ടതിന് ബന്ധപ്പെടുക. വേർഡ് ടു വേർഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555 047228344949. Bible Count 2020. Next is choose an answer round. ഇതുവരെ നമുക്ക് ഫെബ്രുവരി അവസരം കൊടുത്തില്ല സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലേ? പുള്ളി അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. Shall I start with you? Yes. Yes or no? Yes. Yes. All right. Here comes our first question in the choose an answer round. അബ്രഹാം എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ബഹുജാതികൾക്കു പിതാവ്.
കറക്റ്റ്. 5 marks for you. ആൻസി, അബ്രഹാമിൻ്റെ ആദ്യത്തെ പേരെന്താണ്? അബ്രഹാം. യെസ്, 5 marks for ആൻസി സജി. ഒരു പുരോഹിതന് അവന് ജനിക്കുവാൻ പോകുന്ന മകന് നൽകേണ്ട പേര് ദൈവം നിർദ്ദേശിച്ചു. ആ പുരോഹിതൻ ആരാണ്? സക്കറിയ പുരോഹിതനാണ്. 5 marks for ലിറ്റിൽ ഫ്ലവർ. ഹെവൻ, ദൈവം നിർദ്ദേശിച്ച പേരെന്താണ്? യോഹന്നാൻ. Exactly, 5 marks. Ansi, this is the last question for you. ദൈവം സർവഭൂമിക്കും രാജാവാകും എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ ആരാണ്? പ്രവാചകൻ. -1 mark. Chance for little flower. -1 mark. Yes, Mr. Febin. അറിഞ്ഞൂടാ. വളരെ വിദഗ്ധമായിട്ട് പിന്മാറിയിരിക്കുന്നു. റൈറ്റ്, സക്കറിയ പ്രവാചകനാണ്. റൈറ്റ്, ഓക്കെ. ഇനിയും ലിറ്റിൽ ഫ്ലവറിന്റെ ചാൻസ് ആണ്. ഒരു ചോദ്യം കൂടിയുണ്ട്. യെസ്, സക്കറിയാവിൻ്റെ പ്രവചനം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? 38. Exactly, 38. 38. That's right answer. That brings us to the close of choose and answer round. ചൂസ് ആൻഡ് ആൻസർ റൗണ്ടിൽ നേരത്തെ നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പിക്കിംഗ് ഇല്ലാതെയാണ് നാം ചെയ്തത്. റൈറ്റ്, ഓക്കെ. Can you tell me the marks now? Little flower gets 9 marks. Little flower gets 9 marks. Febin 10. Febin gets 10 marks. And Ansi 4. Ansi Saji gets 4 marks. Good. Are you happy? Bible Count 2020. അതിപരിശുദ്ധമായ ദൈവവചനത്തിന്റെ മഹത്വവും മഹിമയും വിളംബരം ചെയ്തുകൊണ്ട് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം നൽകിയ ഏറ്റവും പുതിയ ഗാനസമാഹാരം തീപോലെയാകും തിരുവചനം, പാറകളെ പിളർക്കും ചുറ്റിക പോലെ, എന്റെ കാലുകൾക്ക് ദീപവും എന്റെ പാതയിൽ പ്രകാശവും. തിരുവചനം, ദൈവത്തിന്റെ വചനം, ഉയർത്തിടാം നാം ദൈവത്തിന്റെ വചനം, ഉണർത്തിടാം നാം ജനതകളെ. ബഹുഭാഷകളിൽ ഭൂതലത്തിലൊക്കെയും, ബഹുഭാഷകളിൽ ഭൂതലത്തിലൊക്കെയും ദൈവത്തിന്റെ വചനം നൽകിടാം. തീ പോലെയാകും തിരുവചനം. പിഞ്ചു മനസ്സുകളെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്ന ദൈവവചനത്തിന്റെ മാധുര്യം അവരിലേക്ക് പകരുന്ന ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനാഗീതികൾ. പിച്ച നടക്കുമ്പോൾ കൂട്ടായിൻ കൂടെ യേശു അപ്പച്ചൻ വന്നു കൈ പിടിച്ചു നടത്തുന്നു. തീ പോലെയാകും തിരുവചനം. എനിക്കായി നീ ജീവിക്കുമോ? അപ്പച്ചൻ ചോദിച്ചു. ജീവിക്കും, ഞാൻ ജീവിക്കും, അപ്പച്ച ഞാൻ ജീവിക്കും. തീ പോലെയാകും തിരുവചനം. സീഡികൾ തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. സീഡികൾ തപാൽ മാർഗം ലഭിക്കേണ്ടതിന് ബന്ധപ്പെടുക. വേർഡ് ടു വേർഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555 047228344949. Bible Count 2020. We come to the last segment, Bible Bumper. Right, again it will go in the same order. ഫെബിൻ ആരംഭിച്ചല്ലോ അല്ലേ? ഇനി അപ്പോൾ ആൻസിക്കാണ് രണ്ടാമത്തെ റൗണ്ട് ആരംഭിക്കാനുള്ള
ആദ്യമേ ഒരു പ്രാവശ്യം ആരംഭിച്ചു, പിന്നെ ലിറ്റിൽ ഫ്ലവർ ആരംഭിച്ചു. ഇറ്റ്സ് യുവർ ചാൻസ്. ഓൾറൈറ്റ്, റെഡി? മറുരൂപ മലയിൽ വെച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവിനെന്നും മേഘത്തിൽ നിന്നുണ്ടായ ശബ്ദത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഏതെല്ലാം പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്? മത്തായി എഴുതിയ സുവിശേഷം. മത്തായി എഴുതിയ സുവിശേഷം, പിന്നെ ഏതെല്ലാം പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ടാണ് ഞാൻ ചോദിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം, വേറെ? ലൂക്കോസ് എഴുതിയ സുവിശേഷം. ലൂക്കോസ് എഴുതിയ സുവിശേഷം, രണ്ട് സുവിശേഷങ്ങൾ. റൈറ്റ്. ദിസ് എ 6 മാർക്സ് ക്വസ്റ്റ്യൻ. ബൈബിൾ ബമ്പർ എല്ലാം 6 മാർക്സ് ആണ് കേട്ടോ. ദ നെക്സ്റ്റ് ആൻസർ ഗോസ് ടു, ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ആൻസർ. വിൽ കം ടു, ഞാൻ എൻ്റെ മൈനസ് മാർക്ക് പറയാം. യെസ് ലിറ്റിൽ ഫ്ലവർ, വാട്ട് ഹാവ് യു ടു സേ? ഒന്നാമത്തെ കാര്യം, എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? 3. So that's good. Yes, Mr. Febin, do you have any idea? No idea. അപ്പോൾ 3 പുസ്തകങ്ങൾ ഏതാണെന്നറിയാമോ? അവിടെ 2 പുസ്തകം പറഞ്ഞു, അതിനോട് ഒരു പുസ്തകം കൂടില്ലേ പറയാൻ പോകുന്നത് അല്ലേ? സോ 2 പുസ്തകം പറഞ്ഞ് ലിറ്റിൽ ഫ്ലവറിനെ കൂടെ തെറ്റിക്കാനൊരു ശ്രമം അവിടെ നടന്നു. That's right. So -1 for Ansi Saji. Little flower also gets -1. ഞാനൊരു ക്ലൂ തരാം. 4 പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പറയാമോ ഏതാണെന്ന്? ഉണ്ടെങ്കിൽ ബസർ അമർത്തുക. ഇല്ല. സോ മത്തായി, മർക്കോസ്, ലൂക്കോസ്, 2 പത്രോസ്. റൈറ്റ്. ഇനി ഒരു ബസർ ക്വസ്റ്റ്യനാണ്. ബസർ മറന്നു പോയിട്ടില്ല, ഒരു സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറഞ്ഞാണ്. റൈറ്റ്. മറുരൂപ മലയിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരാരല്ല? യെസ് ആൻസി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. കറക്റ്റ്. യു ഗെറ്റ് 6 മാർക്സ് ഫോർ ദാറ്റ്. ദിസ് അഗൈൻ എ ബസർ ക്വസ്റ്റ്യൻ. റെഡി? സോ ആക്ച്വലി നൗ വി ഹാവ് 12 മാർക്സ് ഹസ് ഗോൺ ഫോർ ദാറ്റ്. ഓക്കെ. വ്യഭിചാരിണിയെക്കുറിച്ച് ശലോമോൻ നൽകുന്ന മുന്നറിയിപ്പുകൾ പറഞ്ഞാട്ടെ. ബസർ അമർത്തിയില്ലേ? എന്തോ അത് ക്വസ്റ്റ്യൻ കേൾക്കാതെ എന്തിനാ ബസർ അമർത്തി? വേറെ ക്വസ്റ്റ്യനാന്ന് വിചാരിച്ച് പകുതിക്ക് വെച്ചാണ് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരിക്കണം. ശലോമോനെ കേട്ടപ്പോഴേ ബസർ അമർത്തി. ഇപ്രാവശ്യം മൈനസ് തരത്തിൽ, അടുത്ത പ്രാവശ്യം ഇങ്ങനെ കയറി ഇവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ബസർ അമർത്തിയാൽ -1 മാർക്ക് കിട്ടും. ഓൾ റൈറ്റ്. എനിബഡി എൽസ് ഉണ്ടെങ്കിൽ ബസർ അമർത്താം. നിങ്ങൾ 2 പേരിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബസർ അമർത്താം. ശലോമോൻ വ്യഭിചാരിണിയെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ. ഒരു ക്ലൂ തരാം. 3 മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഫെബിൻ, അപ്പം അവൻ വായിച്ചിട്ടില്ല. ലിറ്റിൽ ഫ്ലവർ, അച്ഛനത് പ്രസംഗിക്കുന്നില്ല. ഒന്നും പറ്റാൻ പറ്റില്ല, വെറുതെ -1 വായി. ശരി, ദ ആൻസർ ഈസ് പാസ്. സോ ദീസ് ആർ 3 തിങ്സ്. 3 എണ്ണം. 1, ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കഴിക്കും. കേട്ടിട്ടുണ്ടോ? വ്യഭിചാരിണി. 2, ഇരുവായത്തലയുള്ള വാളിനെ പോലെയാണ് അവൾ, മൂർച്ചയുള്ളവളാണ് വ്യഭിചാരിണി. 3, അവളുടെ കാലുകൾ മരണത്തിലേക്കും പാതാളത്തിലേക്കും നയിക്കുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ശരിയാണ്. റൈറ്റ്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ബൈബിൾ ബമ്പർ. 6 മാർക്സ് ഫോർ ഈച്ച് സെഗ്മെൻറ്റ്. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണ്. അപ്പോൾ അതിനകത്തിൽ -1 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലാത്തവരുണ്ട്. പറഞ്ഞാട്ടെ, വാട്ട്സ് ദ ടോട്ടൽ? For Little Flower, -1. Little Flower gets -1. Febin, nil. Febin തന്ത്രപൂർവ്വം പിന്മാറി. പിന്നെ Ansi Saji, 5. Ansi Saji gets 5 marks. Bible Count 2020. അനുദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങളാലും മാനസിക സംഘർഷങ്ങളാലും വലയുമ്പോൾ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസവും സാന്ത്വനവും സമാധാനവും അനുഭവിച്ചറിയുവാൻ ഏതു നേരത്തും എവിടെയും ദൈവവചനവും ആത്മീയ ഗീതങ്ങളും ശ്രവിക്കുവാൻ സൗജന്യമായി കേൾക്കാവുന്ന മലയാളത്തിലെ ഏക ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഇന്റർനെറ്റ് റേഡിയോ
വേർഡ് ടു വേൾഡ് റേഡിയോ ശ്രവിക്കുക www.wordtoworldradio.com. Bible Count 2020. And now we come to the second part of the Bible. ബൈബിളിൻ്റെ രണ്ടാമത്തെ ഭാഗം റാപ്പിഡ് റീഡിംഗ് ആണ്, വേഗവേദ വായന. ഓരോ ഭാഗത്തിനും 3 മാർക്ക് വീതമാണ്. Alright? Yes. Shall we begin? Bibles in your hands. Close your Bibles. Right. അറിയാമല്ലോ നിയമം, വായിച്ചുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ ഒരു പുസ്തകം മുഴുവൻ വായിക്കാൻ ഞാൻ പറയും. പിന്നെ മനസ്സിലായോ? എന്താ മനസ്സിലായി? വായിക്കാനല്ല, മുഴുവൻ വായിക്കേണ്ടി വരും. പറയുന്ന ഈ ബെല്ലടിക്കുന്ന വരെയും വായിക്കണം. ഓൾറൈറ്റ്, ഓക്കെ. ഹോശേയ 6:1. വരുവിൻ, നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലാം. അവൻ നമ്മെ കടിച്ചു കീറിക്കളഞ്ഞിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് വച്ച് കെട്ടും. 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. വളരെ ശരിയാണ്. ലിറ്റിൽ ഫ്ലവർ ഗെറ്റ്സ് 3 marks. ക്ലോസ് യുവർ ബൈബിൾസ്. സെക്കൻഡ് റീഡിംഗ്. എൻ്റെ ബൈബിളിനെ താള് കീറി കളയരുത്. അവിടെ വെച്ച് ഞാൻ ഒരാളെ നിർത്തും പരിശോധിക്കാനായിട്ട്. ധൃതി വെച്ച് ബൈബിളിൻ്റെ മുഴുവൻ പേജില്ലെങ്കിൽ മൈനസ് മാർക്ക് ലഭിക്കും, കേട്ടോ? ഓക്കെ, ഡോണ്ട് വറി. ഗോ ഹെഡ്. സെക്കൻഡ് വൺ, ഓബദ്യാവ് 10-ാം വാക്യം. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത അക്രമ നിമിത്തം ലജ്ഞ നിന്നെ മൂടും. നീ എന്നേക്കും ഛേദിക്കപ്പെടും. നീ ഒഴിഞ്ഞു മാറി നിന്ന നാളിൽ അന്യർ അവൻ്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുകയും പരദേശികൾ അവൻ്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരൂശലേമിനെ ചീട്ടിടുകയും ചെയ്ത നാളിൽ നീയും അവരിൽ ഒരുവനെ പോലെ ആയിരുന്നു. നിന്റെ സഹോദരൻ്റെ ദിവസം, അവൻ്റെ അനർത്ഥ ദിവസം നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദരെ കുറിച്ച് അവരുടെ വിനാശ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. 3 marks for Ansi Saji. Right? -1 mark for Febin. എന്തിനാ -1 മാർക്ക്? തുറന്നില്ല എന്തോ? ബൈബിള് തുറന്നില്ല. ബൈബിള് തുറന്നില്ല. ബൈബിള് തുറക്കാനല്ലേ ഞാൻ വേദഭാവം പറഞ്ഞ്? ഓബദ്യാവിന്റെ പുസ്തകം ഇല്ലെന്നാണ് വിചാരിച്ച്? അതല്ല, ഞാൻ പറഞ്ഞു നോക്കിയത്. എന്തോ പറഞ്ഞു നോക്കിയത്, അത് ഏത് ഭാഗത്ത് കിടക്കണം. അപ്പോൾ അത് കണ്ടിട്ട് കിട്ടിയില്ല. -1 മാർക്ക്. ഇത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബൈബിളിൽ ഓബദ്യാവ് ഉണ്ടോ, ഓബദ്യാവ് ഇല്ലയോ, ഓബദ്യാവ് ആണോ, ഓബദ്യാവ് അല്ലയോ, 10 വാക്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പിന്നെ ശേഖരിക്കാൻ പറ്റത്തില്ല. ശരി, -1/2 മാർക്ക്. മേലാൽ തുറന്നില്ലെങ്കിൽ -1/2 കുറയ്ക്കും, കേട്ടോ? ഓൾറൈറ്റ്. ഫെബിനോടുള്ള പ്രത്യേക സ്നേഹനിമിത്തം -1/2. റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം, 2 കൊരിന്ത്യർ 13:14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. 3 marks for ലിറ്റിൽ ഫ്ലവർ. ആൻസിക്കും കിട്ടി, പക്ഷേ ഇല്ലേ, സാറില്ല. ഫെബിനും ബൈബിൾ തുറന്നു, കൊരിന്ത്യർ ഉണ്ടെന്നുള്ളത് ഉറപ്പായിരുന്നു. സോ നോ -1/2 mark. That brings us to the end of the Bible bumper round. Could you give me the marks? For little flower, 5. 5 marks for both together, right? Bumper Yes. and rapid. Yes, 5 marks for little flower. For Febin, -1/2. -1/2 mark for Febin. And for Ansi Saji, 8. Ansi Saji gets 8 marks. Bible Count 2020. വേർഡ് മെലഡി വേൾഡ് സമർപ്പിക്കുന്നു ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന മലയാളക്കരയിലെ സുപ്രസിദ്ധ ഗായകർ ആലപിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. യഹോവയെ നാം വരവേൽക്കാം. മധു ബാലകൃഷ്ണന്റെ ആലാപന മാധുര്യത്തിൽ ആഘോഷമായി, ആനന്ദമായി, ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. ആഘോഷമായി, ആനന്ദമായി, ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. ആഘോഷമായി, ആനന്ദമായി, ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. പൂർവപിതാക്കന്മാർ, പ്രവാചക വീരന്മാർ,
താരകവീരന്മാർ അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. വിധു പ്രതാപിന്റെ വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് ഹൃദയസ്പർശിയായ ഗാനം. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം. പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം. പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു. ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു. ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. യഹോവ നിന്നെ കൈവിടുകയില്ല, പുത്രനാം യേശു നിൻ കൂടെയുണ്ട് എന്ന ഗാനം കൂടുതൽ അർത്ഥവത്താകുന്നു KG മാർക്കോസിന്റെ ശബ്ദത്തിൽ. ബലപ്പെടുക, ധൈര്യപ്പെടുക, ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക. ബലപ്പെടുക, ധൈര്യപ്പെടുക, ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക. ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക. ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. M ഖാലിദിന്റെ ശബ്ദത്തിൽ ഏറെ ശ്രദ്ധേയമായ ഗാനം ജയം പാടാം നാം, ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന ലഗിയോനെ പിളർത്തുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന ലഗിയോനെ പിളർത്തുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. വിജയ് യേശുദാസ്, കെസ്റ്റർ, ഗായത്രി, സിത്താര, ഇമ്മാനുവേൽ തുടങ്ങിയവർ ആലപിച്ച മനോഹരങ്ങളായ ഗാനങ്ങൾ യഹോവയെ നാം വരവേൽക്കാം. ഓർക്കസ്ട്രേഷൻ ആൻഡ് മിക്സിംഗ് ആർ നോബിൾ, സ്റ്റുഡിയോ PH7, തിരുവനന്തപുരം. കേരളത്തിലെ എല്ലാ പ്രമുഖ ക്രൈസ്തവ പുസ്തകശാലകളിലും ലഭ്യമാണ്. കൂടാതെ ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. Bible Count 2020. So now we go to the total. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത ഓരോ റൗണ്ടിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കുകയല്ല, മൊത്തമായിട്ടുള്ള റൗണ്ടുകളിലെ ഓരോ മത്സരാർത്ഥിയുടെയും മാർക്കുകൾ നോക്കി അതിൽ നിന്നാണ് അടുത്ത റൗണ്ടായ സീനിയർ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായും 1-2 ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും കിട്ടും, പക്ഷേ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നില്ല. കാരണം ഏതെങ്കിലും റൗണ്ടിൽ ആരെങ്കിലും മോശമായി പോയിട്ടുണ്ടെങ്കിൽ മാറ്റണം. അതിന് ഫസ്റ്റും സെക്കൻഡും കിട്ടിയാൽ മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് മൊത്തമായിട്ട് മാർക്കുകൾ നോക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ മാർക്കുകൾ ലഭിച്ചിരിക്കുന്ന
മത്സരാർത്ഥികളെ ആയിരിക്കും സീനിയർ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട്സ് സ്കോർ കാർഡ്. ലിറ്റിൽ ഫ്ലവറിന് 46 മാർക്കുണ്ട്. യു ഗെറ്റ് ദ ഫസ്റ്റ് പ്രൈസ്. കൺഗ്രാജുലേഷൻസ്. ആൻസി സജി 28 മാർക്കുണ്ട്. യു ഗെറ്റ് ദ സെക്കൻഡ് പ്രൈസ്. ആൻഡ് ഫെബിൻ ക്ലോസ്ലി ഫോളോഡ് 25.5 മാർക്സ്. ഞാൻ ആ -1/2 മാർക്ക് തന്നില്ലെങ്കിൽ പോലും 26 ആവത്തുള്ളൂ. ആൻസിയെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ ബി കെയർഫുൾ, റൈറ്റ്? ചെന്നിട്ട് ബൈബിളൊക്കെ തുറന്നു നോക്കി എത്ര പുസ്തകമുണ്ട് തിട്ടപ്പെടുത്തണം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ദാറ്റ്സ് എ ഗുഡ് കോമ്പറ്റീഷൻ. നൗ യു ക്യാൻ കം ആൻഡ് കളക്ട് യുവർ പ്രൈസസ്. സമ്മാനങ്ങൾ വാങ്ങാം. യെസ് ലിറ്റിൽ ഫ്ലവർ, കം. സന്തോഷം. കൺഗ്രാജുലേഷൻസ്. ആൻസി വരും. സന്തോഷമായോ? ഓക്കെ, താങ്ക് യു. വെരി ഫെബിൻ, ഒരു മികച്ച പെർഫോമൻസ് ആണ്. കുറച്ചുകൂടെ ശ്രമിക്കണം. യു ക്യാൻ കം ഫോർവേഡ്. ഓൾറൈറ്റ്, ഗുഡ്. കൺഗ്രാജുലേഷൻസ്. ഓൾറൈറ്റ്, ഓൾറൈറ്റ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് അനീഷ്, ജിബി, അലക്സ ആൻഡ് ആൻഡ്രിയ. ബൈബിൾ ക്രൗൺ 2020. The Lina Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.